എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? അതായത് ഭക്ഷണത്തിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ് ഇതെല്ലാം ഒന്നിച്ചടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം. ആദ്യം തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് പറയാം. റൈസ്, അതായത് ചോറ്, ഗോതമ്പ്, ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. റൈസ് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ബ്രൗൺ റൈസ്, മട്ട റൈസ് ഒക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. കാരണം അതിൽ കുറച്ചും കൂടി ഫൈബേഴ്സ് കണ്ടന്റ് കൂടുതലുണ്ട്, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ട്, കുറച്ചും കൂടി നല്ലതാണ് മറ്റേ പോളിഷ്ഡ് റൈസിനെയും കാട്ടി, വൈറ്റ് റൈസിനെയും കാട്ടി നല്ലത്. ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം അവോയ്ഡ് ചെയ്യും. റൈസിന്റെ അളവ് നമ്മൾ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ കുറച്ച് കുറവായിട്ട് കഴിക്കാനാണ്. അത് ഷുഗർ എന്ന് പറയുന്നതാണ് ഈ കാർബോഹൈഡ്രേറ്റ് കേട്ടോ. അപ്പൊ ഷുഗർ ഉള്ള പേഷ്യൻസിന് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കാം. അടുത്തത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, ബീഫ്, നട്ട്സ്, പിന്നെ പൾസസ്, അതായത് കടല, ചെറുപയർ, അങ്ങനത്തെ പയറ് വർഗ്ഗങ്ങള്, ഇതിലൊക്കെയാണ് നമ്മളെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വളരുന്ന കുട്ടിയുടെ നമ്മുടെ ബോഡി ബിൽഡിങ്ങിനും അതേപോലെ ഹാർട്ട്, പിന്നെ ബ്രെയിന്, ഇതിനൊക്കെ ഡെവലപ്മെന്റിന് നമ്മുടെ പ്രോട്ടീന് അത്യന്താപേക്ഷിതമാണ്.